ഹലോ ഫ്രണ്ട്സ്, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSCയുടെ അന്ന എന്ന് പറയുന്ന വലിയൊരു മദർഷിപ്പ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. അന്ന ഇപ്പോൾ ഗോവ സ്റ്റേറ്റിന് പേരലായിട്ട് കടലിൽ തന്നെയുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഷിപ്പ് ഇപ്പോൾ എത്ര സ്പീഡിലാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്നത് പോലെ സ്പീഡ് 12.4 നോട്ടിക്കൽ മൈൽ സ്പീഡും ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞവും. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ ETA 25/9/2024 6 AM ആണ്. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് ഇപ്പോൾ 14.7 മീറ്ററാണ്. ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 23/9/2024 2:20 PM ആണ്. ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഗോവ സ്റ്റേറ്റിൽ കറണ്ട് പൊസിഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വരേണ്ടത് നമ്മൾ ഈ കാണുന്ന പോലെ കൊച്ചി പിന്നിട്ടതിന് ശേഷം നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തിലേക്കാണ്. MSC അന്ന വന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു മദർഷിപ്പ് തന്നെയാണ് MSC അന്ന. നമുക്ക് ആ ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. എത്രത്തോളം വലിപ്പമുണ്ടെന്ന് നമുക്കറിയില്ല. നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഡീറ്റെയിലേക്ക് പോയാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് IMO നമ്പർ 9777-204 ഫ്ലാഗ് ലൈബീരിയ. ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 21/12/2016 ഷിപ്പാണ്. ഇനി ഷിപ്പിൻ്റെ ഓവറാൾ ലെന്ത് LOA 400 മീറ്ററാണ്. അതായത് 399.98 ആണ് കറക്റ്റ്. ഒരു ചെറിയ വ്യത്യാസത്തിലാണ് 400 എന്ന് പറയുന്നത്. ഷിപ്പിൻ്റെ ബെർത്ത് ആവട്ടെ അല്ലെങ്കിൽ ബീം ആവട്ടെ 58.6, മാക്സിമം ഡെപ്ത് 30.5, മാക്സിമം ഡ്രാഫ്റ്റ് 17.44, മാക്സിമം സ്പീഡ് 24 നോട്ടിക്കൽ മൈൽ സ്പീഡ്, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 19,366 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയും 1,500 TEU റീഫർ കണ്ടെയ്നറുമുള്ള MSC അന്ന വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. കാരണം MSC ക്ലൗഡ് ജെറാർഡിന് ഏതാണ്ട് 400 മീറ്ററോളം ലെന്തും ബെർത്ത് വന്നിട്ട് 61.5 ആയിരുന്നു. നമ്മൾ ഈ ഷിപ്പിൻ്റെ ബെർത്ത് 58.6 ആണ്. അതുമാത്രമല്ല കണ്ടെയ്നർ കപ്പാസിറ്റി 24,116 ആണ്. നമ്മുടെ ഈ പറഞ്ഞ ക്ലൗഡ് ജെറാർഡിൻ്റെ ആണെങ്കിൽ നമ്മുടെ MSC അന്നയുടേത് 19,368 TEU. അതായത് സെക്കൻഡ് സ്ഥാനം MSC അന്നയ്ക്ക് തന്നെയാണ്. ആ MSC അന്നയാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഷിപ്പ് ഏത് പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഷിപ്പിൻ്റെ നമുക്ക് ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഈ ആരോ മാർക്കിലൂടെ തന്നെ നമുക്ക് പോർട്ട് വളരെ വ്യക്തമായിട്ട് അവസാനമായി കയറിയ പോർട്ട് നമ്മുടെ ദുബായിലെ ജബലലി പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തിലേക്ക് MSC അന്ന 25, അത് നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ MSCയുടെ അന്ന കാണും. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് 14.7 മീറ്റർ തന്നെയാണ്. 16.5 മീറ്ററുള്ള നമ്മുടെ MSCയുടെ കൈലിയും MSCയുടെ ക്ലൗഡ് ജെറാർഡും വന്നു പോയ പോർട്ടിലാണ് MSC അന്ന. ഇനിയിപ്പോൾ നമുക്ക് വിഴിഞ്ഞം പോർട്ടിൽ സെക്കൻഡ് സ്ഥാനം ഏത് ഷിപ്പിനാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MSC അന്ന കൂടി വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷൻ MSC അന്നവും, ഫസ്റ്റ് പൊസിഷൻ MSC ക്ലൗഡ് ജെറാർഡ്, സെക്കൻഡ് പൊസിഷൻ MSC അന്ന. അടുത്ത ഷിപ്പ് നമുക്ക് ഏത് നോക്കാം. MSC പലേർമോ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ കറണ്ട് പൊസിഷൻ നമ്മൾ ഈ കാണുന്ന പോലെ സിംഗപ്പൂർ, മലേഷ്യ, മലാക്ക കടലുകൾക്ക് പിന്നിട്ട ശേഷം ആൻഡമാൻ നിക്കോബർ സീലാണ് ഇപ്പോൾ നിലവിൽ MSC പലേർമയുള്ളത്. നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഷിപ്പിൻ്റെ സ്പീഡ് എത്രയും നമുക്ക് നോക്കാം. സ്പീഡ് 16.4 നോട്ടിക്കൽ മൈൽ സ്പീഡ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞത്തിനു പകരം INNYY, അതായത് ഈ പറയുന്ന ഇന്ത്യയുടെ IN-ഉം നെയ്യാറ്റിങ്കരുടെ NYY ചേർത്ത് വിഴിഞ്ഞത്തിൻ്റെ കോഡ് ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ കോഡ് ചേർത്തിട്ടാണ് MSC പലേർമോ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തിലേക്ക് വരുന്നത്. എക്സ്പെക്റ്റിംഗ് ടൈം 27/9/2024 4 PM ആണ്. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് ഇപ്പോൾ 13.9 മീറ്റർ ഡ്രാഫ്റ്റുള്ള ഷിപ്പാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തിലേക്ക് വരുന്നത്. നമുക്കിനി ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ IMO നമ്പർ 9964-223 ഫ്ലാഗ് ലൈബീരിയ. 21/8/2024 പണിത ഏറ്റവും പുതിയ ഷിപ്പാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തിലേക്ക് വരുന്നത്. 2024 പണിത, ഈ വർഷം പണിത ഏറ്റവും പുതിയ ഷിപ്പാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓവറാൾ ലെന്ത് 366 മീറ്ററും ബെർത്ത് 51 മീറ്ററും, മാക്സിമം ഡെപ്ത് 29.9 മീറ്ററും, മാക്സിമം ഡ്രാഫ്റ്റ് ആവട്ടെ 16.9, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി
15,576 TEV റീഫർ കണ്ടെയ്നർ 1000. അപ്പോൾ ഇതൊരു വലിയൊരു മദർഷിപ്പ് തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. ആദ്യമായി നമ്മുടെ ഈ പോർട്ടിലേക്ക്, അതായത് ഇനി വരാനിരിക്കുന്ന മദർഷിപ്പ്, ഒന്ന് നമ്മൾ തൊട്ടു മുന്നേ കണ്ട MSC അന്ന, 2 MSC പലമേറോ, ഈ 2 ഷിപ്പുകളും വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിൽ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. 25-ാം തീയതി 27-ാം തീയതി വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന വലിയ മദർഷിപ്പ് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന MSC പലർമയുടെ ഡീറ്റെയിലിനൊപ്പം തന്നെ ഷിപ്പ് ഏത് ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ ഏത് പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 പോർട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവസാനമായി കയറിയ സിംഗപ്പൂരിലെ 2 പോർട്ടിൽ കയറിയതിന് ശേഷമാണ് നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് MSC പലർമോ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മലേഷ്യ, സിംഗപ്പൂർ, മലാക്ക കടലിലേക്ക് പിന്നിട്ട ശേഷം ആൻഡമാൻ സീയിലേക്ക് ഷിപ്പ് കടന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളീ കാണുന്ന ബേ ഓഫ് ബംഗാൾ സീയിൽ കയറിയ ശേഷം ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടി നമ്മളീ കണ്ട വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലോട്ടാണ് MSC പലേർമോ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഷിപ്പിലേക്ക് പോകാം. അടുത്ത ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ഏതാണെന്ന് നമുക്കറിയില്ല. നമുക്ക് ആ ഷിപ്പ് നോക്കാം. അടുത്ത ഏതാ ഷിപ്പ് നോക്കാം. അടുത്ത ഷിപ്പ് MSC പോളോ 2 ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് MSC പോളോ 2-ൻ്റെ കറണ്ട് സ്റ്റാറ്റസിലേക്ക് പോകാം. കറണ്ട് സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ളത് ശ്രീലങ്കയുടെ ഹമ്പൻടോട്ട പോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന MSC പോളോ 2 ഉള്ളത്. നമുക്ക് ഡെസ്റ്റിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ കൊളംബോ പോർട്ട് തന്നെയാണ്. സ്പീഡ് 7.3 നോട്ടിക്കൽ മൈൽ സ്പീഡും. എക്സ്പെക്റ്റിംഗ് ടൈം കൊളംബോ പോർട്ടിലെത്തുന്ന എക്സ്പെക്റ്റിംഗ് ടൈം 24/9/2024 12 മണിക്കും. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് 8.8 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൊളംബോ പോർട്ടാണ് ഡെസ്റ്റിനേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പിൻ്റെ ഷെഡ്യൂളാണ് അടുത്ത് നോക്കേണ്ടത്. വിഴിഞ്ഞം പോർട്ടിലേക്ക് എപ്പോഴാണ് എത്തുന്നത് നമുക്കറിയില്ല. നമുക്ക് നോക്കാം. 25/9/2024 11:39 AM വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് MSC പോളോ 2 എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ IMO നമ്പർ 9139086, ഫ്ലാഗ് ലൈബീരിയ, 2002 നിർമ്മിച്ച ഷിപ്പ്, അതായത് 12/11/2002 നിർമ്മിച്ച ഷിപ്പ് തന്നെയാണ് MSC പോളോ 2. ഷിപ്പിൻ്റെ ഓവറോൾ ലെന്ത് 184.1, ബെർത്ത് അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത് 25.3, മാക്സിമം ഡെപ്ത് 13.5, മാക്സിമം ഡ്രാഫ്റ്റ് 9.89, മാക്സിമം സ്പീഡ് 19 നോട്ടിക്കൽ മൈൽ സ്പീഡ്, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 1726 TEV കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള ഒരു ഫീഡർ വെസലാണ് MSC പോളോ 2 വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് വരാൻ നിൽക്കുന്ന ഷിപ്പുകളിലൊന്നാണ് MSC പോളോ 2. MSC പോളോ 2 ഇനി നമ്മൾ ഈ കണ്ടതുപോലെ കൊളംബോ പോർട്ടിൽ വന്നതിന് ശേഷം 25-ാം തീയതിയോടുകൂടിയാണ്, ഈ മാസം 25-ാം തീയതിയോടുകൂടി ഇവിടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചൊരു ഫീഡർ വെസൽ തന്നെയാണ്. അങ്ങനെ ഫീഡർ വെസലും മദർ വെസലുമായി ധാരാളം ഷിപ്പുകളാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് വരുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഈ കണ്ട ഫീഡർ വെസലിൻ്റെയും മദർ വെസലിൻ്റെയും ചാർട്ടിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.